നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഞാൻ മുൻപ് ചെയ്തിരുന്ന ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ സംബന്ധിച്ച്, അതായത് മുഴുവൻ വായുടെ പുനർനിർമ്മാണം, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ 4ാം ഭാഗമാണത്. അപ്പോൾ ഈ 4ാം ഭാഗത്തിൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് നമ്മൾ ഫോളോ ചെയ്യുക ഈ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷനിൽ എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമുക്ക് മെയിനായിട്ട് അതിൽ ചെയ്യേണ്ടി വരുന്നത് ക്രൗൺസ് ആൻഡ് ബ്രിഡ്ജസ്, അതായത് പല്ലുകളുടെ മുകളിൽ ക്യാപ്പ് ഇടുക, മിസ്സിംഗ് ആയിട്ടുള്ള പല്ലുകൾ ബ്രിഡ്ജ് മുഖേന റീപ്ലേസ് ചെയ്യുക, ഡെന്റൽ ഇംപ്ലാൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, ഡെഞ്ചേഴ്സ് ഉപയോഗിച്ചിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാറുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? എൻഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, അതായത് റൂട്ട് കനാല് സംബന്ധിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ പെരിഡോണ്ടൽ ട്രീറ്റ്മെൻറ്റ്, മോണ സംബന്ധിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അക്ലൂസൽ സ്പ്ലിൻറ്റ്, അതായത് ബൈറ്റ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്പ്ലിൻസ്, അത് പിന്നെ വെനിയേഴ്സ്, പുറമേന്ന് ഒട്ടിക്കുന്ന ചില പാളികൾ, പല്ലിൻ്റെ മോളാർ ടീത്തിൽ ബാക്കിലുള്ള പല്ലിലായാലും ഫ്രണ്ടിലുള്ള പല്ലിലായാലും ഇതിലൊക്കെ നമ്മളിത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഓർത്തോഗ്നാറ്റിക് സർജറി, ഇതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് ഓരോരോ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മളെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംപ്രൂവ്ഡ് ച്യൂയിങ് എഫിഷ്യൻസി, അതായത് ചവയ്ക്കൽ പ്രക്രിയ വളരെയധികം ഇംപ്രൂവ് ചെയ്യുക. സ്മൈൽ മേക്ക് ഓവർ, അതായത് ചിരി ഭംഗിയാക്കുക. ചിരിയും മറ്റേ പൊതുവെയുള്ള മുഖത്തിൻ്റെ ആ തുടിപ്പും മുഖത്തിൻ്റെ വലിപ്പവും ഇംപ്രൂവ് ചെയ്ത് ഒരു നോർമൽസിയിലേക്ക് എത്തിക്കുക. ഇംപ്രൂവ്ഡ് ഓറൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, നമുക്ക് പൊതുവെ വായുടെ ആരോഗ്യവും പൊതുവെയുള്ള മനസ്സിൻ്റെ ഒരു സുഖവും അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യുക. സംസാരം, ഇംപ്രൂവ്ഡ് ഫെനറ്റിക്സ്, സംസാരം ഇംപ്രൂവ് ചെയ്യുക. പിന്നെ യങ്ങർ ലുക്ക് ആൻഡ് ഫീൽ, പൊതുവെ പേഷ്യൻറ്റിന് ചെറുപ്പമായിട്ട് തോന്നുക. ഇതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ എൻഹാൻസ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, പൊതുവെ ജീവിത നിലവാരം, ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതാണ് അതിൽ എസെൻസ്. അതാണ് നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ഓൺലേസ്, പല്ലിൻ്റെ സർഫസിൽ ബാക്കിലുള്ള പല്ലുകളുടെ മുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തൊരു ആവരണം വെച്ച് പിടിപ്പിക്കുന്ന പ്രക്രിയ, അതിനെയാണ് ഓൺലേ എന്ന് പറയുക. വെനിയർ എന്ന് പറയുന്ന പുറമേന്ന് ഫ്രണ്ടിൽ നമ്മൾ ചിരിക്കുന്ന പല്ലുകളിൽ ഒട്ടിക്കുന്ന ഒരു ആവരണം, അതിനെയാണ് വെനിയർ എന്ന് പറയുക. ഇതെല്ലാം നമ്മൾ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ഈ ക്രൗൺ എന്ന് പറയുന്ന, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ക്രൗൺ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ പല്ലുകൾ, തീരെ ഡാമേജ്ഡ് ആയിട്ടുള്ള പല്ലുകൾ ഒരല്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അല്പം ചെറുതാക്കി ഇതിൻ്റെ മുകളിൽ ഒരു മൊത്തത്തിലൊരു ആവരണം ഇട്ട് കൊടുക്കുക, ഒരു തൊപ്പി അഥവാ ക്രൗൺ. അതാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുക. ഇതിനെ അതിനെ ക്യാപ്പ് എന്നും പറയാറുണ്ട്. ഇത് മൾട്ടിപ്പിൾ ക്രൗൺസ് ഉപയോഗിച്ച് നമ്മൾ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള പല്ലിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിനെ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയും. ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ഇതും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ക്രൗണിൻ്റെ ഈ പ്രിപ്പയർ ചെയ്യപ്പെടുന്ന പല്ലിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഡെന്റൽ പൾപ്പുണ്ട്, ജീവനുള്ള ഭാഗം. ഈ പൾപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാലും, അതല്ലാതെ നമ്മൾ ക്രൗൺ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ പൾപ്പ് എക്സ്പോസ്ഡ് ആയാലും നമ്മൾ പലപ്പോഴും റൂട്ട് കനാൽ ചെയ്യേണ്ടി വരാറുണ്ട് ഇതിൽ. അപ്പോൾ ഇതിന് പുറമേ നമ്മൾ പലപ്പോഴും പെരിഡോണ്ടൽ പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ മോണയുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലും മോണയുടെയും അടിയിലുള്ള എല്ലിൻ്റെയും, ഈ മോണയും അടിയിലുള്ള എല്ലും ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമ്മുടെ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പെരിഡോണ്ടൽ പ്രൊസീജിയേഴ്സ് അനവധിയുണ്ട്. ഇതിൽ പല രീതിയിൽ പല പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്, അത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എൻഡോഡോണ്ടിക് പ്രൊസീജിയേഴ്സ്, അതായത് റൂട്ട് കനാൽ ചെയ്യേണ്ട സമയത്ത് റൂട്ട് കനാൽ ചെയ്യുക, റൂട്ട് കനാൽ പോസ്, കോറ്, ഇതൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എൻഡോഡോണ്ടിക് പ്രൊസീജിയർ എന്ന് പറയുക, ഇതും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ചില കേസുകളിലേക്ക് കടക്കാം. ചില കേസസ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൗൺ ചെയ്ത് സോൾവ് ചെയ്തിട്ടുള്ള കേസാണ്.
ഈ പേഷ്യൻ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്. 36 വയസ്സോളം ഉള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ ചെറുപ്പകാലത്ത് ഒരുപാട് കൊക്കോകോള കുടിച്ചിരുന്നു. കൊക്കോകോള കുടിച്ച് പല്ല് മൊത്തം ഡാമേജ്ഡ് ആയിപ്പോയി. ഇയാളുടെ ഫാദർ കൂടെ വന്നിരുന്നു. ഫാദറിനെ ഞാൻ ഫുൾ മൗത്ത് ഇംപ്ലാന്റ് ചെയ്ത പേഷ്യൻ്റാണ്. അപ്പം അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഇവൻ ചെറുപ്പകാലത്ത് ടീനേജർ ആയിരിക്കുമ്പോൾ ഇവൻ വെള്ളമല്ല കുടിക്കുക, കൊക്കോകോളയെ കുടിക്കുക എന്ന്. അപ്പോൾ ഈ കൊക്കോകോള ഒരുപാട് കുടിക്കുന്നവരിൽ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ബെവറേജസ് ഒരുപാട് കുടിക്കുന്നവരിൽ ഇനാമില് പെട്ടെന്ന് ഡാമേജ്ഡ് ആയി പോകും. ഡാമേജ്ഡ് ആയി ഇനാമില് ഭയങ്കരമായിട്ട് ഇറോഡ് ചെയ്ത് പോയിട്ട് അവസാനം പല്ല് മൊത്തം വളരെ വളരെ വൃത്തികേടും തേയ്മാനവും വന്ന് ഈ ഇടതുവശത്ത് കാണുന്ന പിക്ചറിലുള്ള പോലെ ആയിരുന്നു എൻ്റെ അടുത്ത് വരുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിട്ടപ്പോൾ ഉള്ള പിക്ചറാണ് ഈ കാണുന്നത് വലതുവശത്ത്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന പിക്ചറാണ് പ്രീ ട്രീറ്റ്മെൻറ്റ്, താഴെ കാണുന്നതാണ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. പ്രീ ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ഇത് പ്രീ ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഈ വ്യക്തിയുടെ മുഖം തന്നെ ഒരു നല്ലൊരു തുടിപ്പ് വന്നായിട്ട് കാണാം. അതെന്തുകൊണ്ടാണ്? ഇതിനെയാണ് നമ്മൾ ഡെന്റൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുക. മൊത്തത്തിൽ ഹൈറ്റ് കൂട്ടി വൃത്തിയാക്കി എടുത്തു, അതാണ്. പിന്നെ ഡെഞ്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് റീഹാബിലിറ്റേഷനിൽ. ഡെഞ്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെപ്പ് പല്ല്. ഈ വെപ്പ് പല്ല് ഉപയോഗിക്കാറുണ്ട്. അതിനെയും നമ്മൾ റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുക. നമ്മൾ പല്ലുകളെല്ലാം എടുത്ത് ഡെഞ്ചർ വയ്ക്കുന്ന ആ ഒരു പ്രക്രിയയും റീഹാബിലിറ്റേഷൻ്റെ ഭാഗമാണ്. പിന്നെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, പല്ലുകളില്ലാത്തപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഐഡിയലായിട്ട് ചെയ്യാവുന്നത് ഡെന്റൽ ഇംപ്ലാന്റ്സ് ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ പല്ല് ആകെ ഈ പേഷ്യൻ്റ് 2 പല്ലേ ഉണ്ടായിരുന്നുള്ളൂ വായിൽ. അത് നമ്മൾ രണ്ടും എടുത്ത് കളഞ്ഞ് നമ്മൾ ഇംപ്ലാന്റ് മുഖേന നമ്മൾ പല്ല് വെച്ച് കൊടുത്തു. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനെ നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ വിത്ത് ഇംപ്ലാന്റ്സ് എന്നാണ്. ആ പേഷ്യൻറ്റിൻ്റെ ചിരിയാണ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു പേഷ്യൻ്റാണ്. ഈ പേഷ്യൻ്റ് ചിരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ പല്ല് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് വന്ന് ഈ കാണുന്ന പോലെ. ഇദ്ദേഹം എന്നോട് സങ്കടകരമായിട്ടുള്ളൊരു കഥ പറഞ്ഞു. എന്നോട് പറയായിരുന്നു, മക്കള് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളുണ്ട്, ഇവരുടെ കൂടെ സ്കൂളിലേക്ക് പോകാനായിട്ട് എനിക്ക് മടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് ഫാദർ അങ്ങോട്ട് വരുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ കാരണം? ഇദ്ദേഹം ചിരിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള ഫ്രണ്ട്സ് പേടിക്കും. ഇതായിരുന്നു കാരണം. ഇദ്ദേഹം അതുകൊണ്ട് മക്കള് ഒരിക്കലും ഈ ഡാഡി കൂടെ വരരുത് എന്നാണ് പറയാറ് സ്കൂളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ മൗത്ത് എക്സ്ട്രാക്ഷൻ ചെയ്ത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഉള്ള പിക്ചറാണത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ മക്കളുടെ കൂടെ സ്കൂളിൽ ഇനി പോകാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാറുണ്ട്. പ്രീ ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, പ്രീ ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. വളരെ ചെറുപ്പമായി ഇദ്ദേഹം, ഏതാണ്ട് ഒരു 10 വയസ്സ് കുറഞ്ഞ പ്രതീതിയായി. പ്രീ ട്രീറ്റ്മെൻറ്റ് മുമ്പുള്ള ആ മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പും ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ഷേപ്പും നിങ്ങൾ മനസ്സിലാക്കുക. ആ ചിരികളിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. എക്സ്റേ, പ്രീ ട്രീറ്റ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എക്സ്റേ, വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചേഞ്ചാണ് അതിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. ഇത് അതേ പേഷ്യൻ്റ് തന്നെ വേറൊരു എക്സ്റേ, പ്രീ ട്രീറ്റ്മെൻറ്റ് ഫോട്ടോ, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ചിരിക്കാൻ പറ്റാതെ വന്നൊരു പേഷ്യൻ്റാണ്. ഇദ്ദേഹത്തിന് ഭംഗിയായിട്ട് ചിരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിടാൻ സാധിച്ചു. ഇത് വേറൊരു പേഷ്യൻ്റ്, സിവിയർ ഗം ഡിസീസ് ഉള്ളൊരു പേഷ്യൻ്റ്, 50 വയസ്സുള്ള ഒരു ലേഡിയാണ്. അവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള എക്സ്റേ ആണത്. ഇതിന് ശേഷം 6 മാസം, വർഷത്തിൽ ഒരിക്കലെങ്കിലും വരാറുണ്ട് ഈ പേഷ്യൻ്റ്. 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലോ വരുമ്പോൾ ഉള്ളൊരു പിക്ചറാണ് ഈ കാണുന്നത്. ഇത് വേറൊരു പേഷ്യൻ്റ് ഫുൾ മൗത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തൊരു പേഷ്യൻ്റാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിച്ചു. പ്രീ ട്രീറ്റ്മെൻറ്റ് ഫോട്ടോ, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോട്ടോ, യു ക്യാൻ സീ ദിസ്. ഒരു വളരെ വലിയൊരു ചേഞ്ചാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഇത് 84 വയസ്സുള്ളൊരു അമ്മ
വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വന്നു. പല്ലുകളൊക്കെ ഇളകി ആടി റിമൂവബിൾ ആയിട്ടുള്ള പല്ലാണ് വെച്ചിരുന്നത്. ഈ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചവയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വന്ന് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് പല്ല് വെച്ച് കൊടുത്തു. ഇത് ഏതാണ്ട് 86 വയസ്സുള്ളപ്പോൾ നമ്മുടെ അടുത്ത് വന്നപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണിത്. ഇതേപോലെ 89 വയസ്സുണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ. ഇദ്ദേഹത്തിന് ലോവർ ജോയിൽ മാത്രമേ നമ്മൾ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളൂ, മുകളിൽ നമ്മൾ റിമൂവബിൾ ഡെഞ്ചർ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുണ്ട് പേഷ്യൻസ്. നമുക്ക് പലപ്പോഴും നമുക്ക് അവരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. ഇത് വേറൊരു ലേഡി നമുക്ക് ലോവർ ടീത്ത് തീരെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്ന് നമ്മൾ ഇംപ്ലാന്റ് മുഖേന നമ്മൾ പല്ല് വെച്ച് കൊടുത്തു. മുകളില് കംപ്ലീറ്റ് ഡെഞ്ചറാണ്, താഴെ മാത്രം നമ്മൾ ഇംപ്ലാന്റ് മുഖേന സപ്പോർട്ട് ചെയ്തിട്ട് ഡെഞ്ചർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതും ഇതേപോലെ ഒരു ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ ഇംപ്ലാന്റ്സ് മുഖേന നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഇത് വേറൊരു പിക്ചർ, ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ നമ്മൾ ക്രൗൺസും ഇംപ്ലാന്റ്സും മുഖേന ചെയ്തിരിക്കുന്നതാണ്. പ്രീ ട്രീറ്റ്മെന്റ് ഫോട്ടോ, പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോട്ടോ, ആ ഒരു സ്മൈലിലുള്ള വ്യത്യാസം കാണാം നമുക്കിതിൽ. ഇത് ഫുൾ മൗത്ത് ഫ്ലാപ്പ് സർജറി ചെയ്ത് റൂട്ട് കനാൽസ് ചെയ്ത് ഇംപ്ലാന്റും ക്രൗണും ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി റീഹബിലിറ്റേറ്റ് ചെയ്തൊരു പേഷ്യൻ്റാണ്. ഇദ്ദേഹം ഗൾഫിൽ വർക്ക് ചെയ്യുന്നൊരു പേഷ്യൻ്റാണ്. ആദ്യത്തെ വർഷം വന്നപ്പോൾ നമ്മൾ ക്രൗൺസും റൂട്ട് കനാൽസും ഒക്കെ ടെമ്പററി ആയിട്ട്, റൂട്ട് കനാല് പെർമനൻ്റ് ആയിട്ട് തീർത്തു. അത് കഴിഞ്ഞ് ടെമ്പററി ക്രൗൺ കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലാക്കി നമുക്ക് പേഷ്യൻറ്റിനെ വിടാൻ സാധിച്ചത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ചിന്ത പാടില്ല. നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ മെയിൻ്റനൻസ് വളരെ പ്രധാനമാണ്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ പറയാറുള്ളത് 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് വരണം. അത് കഴിഞ്ഞ് നമ്മൾ പീരിയോഡിക് ചെക്കപ്പും റിവ്യൂവും ക്ലീനിങ്ങും വേണം. പിന്നെ വർഷത്തിലൊരിക്കൽ നമ്മൾ OPG എന്ന് പറഞ്ഞൊരു എക്സ്റേ എടുക്കണം. ഇത് കഴിഞ്ഞ് അത് ആദ്യത്തെ 3 വർഷത്തേക്ക് എല്ലാ വർഷവും നമ്മൾ OPG എക്സ്റേ എടുക്കും. ഇത് കഴിഞ്ഞ് once in 2 years ഈ എക്സ്റേ എടുക്കണം. ഇത് കഴിഞ്ഞ് നമ്മൾ ബൈറ്റ് ചെക്ക് ചെയ്യണം. നമ്മൾ കടി ചെക്ക് ചെയ്ത് എല്ലാം സ്റ്റേബിൾ ആണെന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ ഒരിക്കലും നമ്മൾ പല്ല് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇനി ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത പാടില്ല. നമ്മളൊരു കാറ് വാങ്ങി, ലക്ഷങ്ങൾ കൊടുത്തൊരു കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പുതിയൊരു കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ പ്രധാനമാണ്. അതിൻ്റെ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക, അതിൻ്റെ ബാക്കി എൻജിൻ പാർട്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നമ്മൾ മെയിൻ്റനൻസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫേസിൽ ചിലവ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഫുൾ മൗത്ത് റീഹബിലിറ്റേഷനിൽ നമ്മൾ ഓർക്കേണ്ടത് അത് വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഓരോ പേഷ്യൻറ്റിനും ഓരോ പ്ലാൻ ആയിരിക്കും. ഒരിക്കലും എല്ലാവർക്കും ഒരേ പ്ലാൻ ആയിരിക്കില്ല എന്നുള്ളത് ഓർക്കുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം, ഇതിൻ്റെ എയിം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുക, പല്ലിൻ്റെ സൗന്ദര്യം ഇംപ്രൂവ് ചെയ്യുക, മോണയുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, ബൈറ്റ് ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് കൊണ്ടേ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പേഷ്യൻറ്റിന് നല്ലൊരു ധാരണ കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. നമ്മൾ ധാരാളം ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻസ് നമ്മൾ സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ പിന്നീടൊരു വീഡിയോയിൽ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.